അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബ്രൗസർ സ്റ്റോറേജിനെ കുറിച്ചാണ്. അതായത് ബ്രൗസർ ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്തു, ഈ ജാവാസ്ക്രിപ്റ്റിൽ കോഡ് എഴുതി ആ ബ്രൗസറിലാണ് റൺ ചെയ്തതും പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണിച്ചതൊക്കെ ബ്രൗസറിലാണ്. അപ്പോൾ ബ്രൗസറിന് സ്റ്റോറേജ് ഉണ്ടോ ഇല്ലേ, പിന്നെ ബ്രൗസർ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെയാണത്, പിന്നെ എങ്ങനെയാണത് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൂഫ് അടക്കം നമ്മൾ ഇന്ന് എന്ത് ചെയ്യും, ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് ബ്രൗസർ എന്നുള്ളത് സ്റ്റോറേജ് ഉണ്ടോ. ബ്രൗസറിൽ സ്റ്റോറേജ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ബ്രൗസറിൽ സ്റ്റോറേജ് ഇല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യേണ്ട അവസ്ഥ വന്നാൽ തന്നെ ഡാറ്റാബേസ് പറഞ്ഞിട്ട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഡാറ്റാബേസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ വറീഡ് ആവേണ്ട, ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതായത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെർവറാണത്. ആ സെർവറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് കൊടുക്കുന്ന ഡാറ്റ മൊത്തം സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ എന്ത് കൊടുത്താൽ, നമ്മൾ എന്ത് ഡാറ്റ, ഇപ്പോൾ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ഷോപ്പിംഗ് കാർട്ടോ ഇല്ലാന്നെങ്കിൽ ഇ കോമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്ത് വരുന്നത് എന്താ, ഒരു കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, അത് എന്ത് ചെയ്യും, നേരെ എ പി ഐ കോൾ വിളിക്കും. എ പി ഐ കോള് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എ പി ഐ കോൾ എന്ന് വെച്ചാൽ ഈ സെർവറിൻ്റെയും ക്ലയൻറ്റ് ഇടയിലുള്ള ഒരു ഇൻട്രാക്ഷൻസ് ആണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അവരെന്ത് ചെയ്യും, എ പി ഐ പോയിട്ട് സെർവറിൽ പോകും. സെർവറിൽ നിന്ന് പോയിട്ട് കുറച്ച് ഡാറ്റ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഫെച്ച് ചെയ്ത് കൊണ്ടുവരും. അത് എവിടുന്ന കൊണ്ടുവരുന്നത്, ഈ പറഞ്ഞ ഡാറ്റാബേസിൽ നിന്ന്. ഓക്കെ, ഡാറ്റാബേസ് കൊണ്ടുവന്ന ശേഷം എന്നിട്ടാണ് ലിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് ഡാറ്റാബേസ്. അപ്പോൾ ഡാറ്റാബേസിൽ മാത്രമാണ് ഈ പറഞ്ഞ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും, നമ്മുടെ വെബ് ബ്രൗസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റൂല. പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരും. അതായത് തെറ്റിദ്ധാരണ ആണോ അല്ലേ, ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചത് ശരിയാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, മെയിൻലി പറയാനുള്ളത് ബ്രൗസറിൽ കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. ബ്രൗസർ എന്നുള്ളത് ഒരു, നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെ ബേസ് ഇത് നോക്കുമ്പോൾ അതൊരു ടൂളാണ്, ഒരു അടിപൊളി ടൂളാണ്. നമുക്ക് എന്ത് കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും. ഇനി വെബ്സൈറ്റ് ആണെങ്കിൽ, നമ്മുടെ വെബ്സൈറ്റ് ആണെങ്കിൽ തന്നെ അത് റൺ ചെയ്യാൻ പറ്റും, അല്ലാത്ത വെബ്സൈറ്റ് കിട്ടാം, എല്ലാം നിങ്ങൾക്ക് അറിയാം. ബ്രൗസറിനെ കുറിച്ച് ഞാൻ കൂടുതലായി വിവരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. പക്ഷെ മെയിനായിട്ട് ബ്രൗസറിൽ നമ്മൾ കാണുന്ന അല്ലാത്ത പല കാര്യങ്ങളും ഉള്ളിൽ കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബ്രൗസറിന് സ്റ്റോറേജ് ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് കാർട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഷോപ്പിംഗ് കാർട്ട് ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മൾ ലോഗിൻ ചെയ്യാതെ കയറി കഴിഞ്ഞാൽ ചില വെബ്സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില പ്രൊഡക്ട്സ് എന്ത് ചെയ്യും, നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കാർട്ടിലേക്ക് ആഡ് ചെയ്യുമല്ലോ. നമ്മളൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കാർട്ടിലേക്ക് ആഡ് ചെയ്യുമല്ലോ, ഇ കൊമേഴ്സിലൊക്കെ. അപ്പോൾ അവിടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ബൈ ചെയ്യുമ്പോഴാണ് അവർ എന്ത് ചെയ്യുക, ചില ഇതിൽ ലോഗിൻ ചോദിക്കും, ചില അതും ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ അഡ്രസ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ അത് ബൈ ആവും. അല്ലാത്ത കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ ശരിക്കും ഇവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഡാറ്റാബേസിലാണോ ആഡ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ചിന്തിച്ചാൽ ആണോ, അല്ല, ശരിക്കും അല്ല. കാരണം എന്താ വെച്ചാൽ ഡാറ്റാബേസിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ബ്രൗസർ സ്റ്റോറേജിൻ്റെ ഒരു ആവശ്യം വരുന്നത്. അതൊരു യൂസ് കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറൊരു യൂസ് കേസ് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബ്രൗസറിൽ, നമ്മൾ മെയിൻലി ഒരു ബ്രൗസറിൽ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ലോഗിൻ ചെയ്യും, ഒരു വെബിലോ ഇല്ലെങ്കിൽ ഒരു ഇ കോമേഴ്സ് ആപ്പിലോ എന്തെങ്കിലും ഒരു ലോഗിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ട് കയറിയിട്ടുണ്ട്. കയറിയതിന് ശേഷം നമ്മൾ ഇന്ന് ഉപയോഗിച്ചു ആ ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ ഇന്ന് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അത് മൊത്തം ക്ലോസ് ചെയ്ത് പോയി പിറ്റേന്ന് വന്ന് എടുത്തു നോക്കിയാലും അവിടെ സെഷൻ പോയിട്ടുണ്ടാവും. അതായത് മീൻസ് അവിടെ നിന്ന് എന്ത് പോയിട്ടുണ്ടാവില്ല, ആ ഡാറ്റ പോയിട്ടുണ്ടാവില്ല. ലോഗിൻ ചെയ്ത അതുപോലെ തന്നെ ഉണ്ടാവും. ലോഗൗട്ട് ആയിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഈ പറഞ്ഞ ടാബ് ക്ലോസ് ആയിട്ടുണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇവിടെയൊക്കെ എവിടെയാണ് അപ്പോൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അത് ഡാറ്റാബേസ് ആയിക്കൂടെ, ഇല്ല, ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാൻ തന്നെ നിങ്ങൾ ചിന്തിക്കണം. ഓരോ റിക്വസ്റ്റിനും ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അതായത് നമ്മളിപ്പോൾ ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസിലേക്ക് പോയിട്ട് നമ്മളെ ഡാറ്റ ഫെച്ച് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ
ഇവിടെ ലോഗിൻ ചെയ്തിനോ ഇല്ലേ എന്നുള്ളത് അതും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം. ഇത് എത്ര റിക്വസ്റ്റ് ആണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് മെയിൻലി ഈ പറഞ്ഞ ഇ കോമേഴ്സ് ആപ്ലിക്കേഷനൊക്കെ എടുത്ത് നോക്കിയാൽ, ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടൊക്കെ എടുത്തു നോക്കിയാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരുടെ എവറി സിംഗിൾ ടൈം ഇവരുടെ റിക്വസ്റ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ചിന്തിച്ച് നോക്കിയേ, അത്രയും കമ്പ്യൂട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത്, അത്രയും കാര്യങ്ങൾ റിക്വസ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ സെർവർ ഡൗൺ ആവുകയേ ചെയ്യുള്ളൂ. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് പിന്നീട് എടുക്കാം. അത് സെർവറിൻ്റെ കാര്യം, ഈ കമ്പ്യൂട്ടിങ്ങിൻ്റെ കാര്യം, ഈ സെർവറിൻ്റെ ഓരോ കണക്ഷൻ പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് കുറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറഞ്ഞുതരാം. ജസ്റ്റ് ഇപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ബ്രൗസർ സ്റ്റോറേജിൽ ഇങ്ങനെ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അവിടെ സെക്യൂർ ആണോ എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സെക്യൂർ ആണ്, ഹൈലി സെക്യൂർ ആണ്. അതായത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. അതായത് മെയിനായിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മെയിനായിട്ടൊരു സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത്, ബ്രൗസർ സ്റ്റോറേജ് മൾട്ടിപ്പിൾ സ്റ്റോറേജസ് ഉണ്ട്. പല ടൈപ്പിലുണ്ട്. ലോക്കൽ സ്റ്റോറേജ്, സെഷൻ സ്റ്റോറേജ്, കുക്കീസ് എന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റോറേജ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെയിൻലി നമുക്ക് ഉപകാരപ്പെടുന്ന 3 സ്റ്റോറേജിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം പറയാനുള്ളത് ലോക്കൽ സ്റ്റോറേജിനെ കുറിച്ചാണ്. ഈ ലോക്കൽ സ്റ്റോറേജ് എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ലോക്കൽ സ്റ്റോറേജ് കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് ആണ് ഈ ലോക്കൽ സ്റ്റോറേജ്. അതായത് ഈ ലോക്കൽ സ്റ്റോറേജ് ഉപയോഗിക്കുമ്പോൾ ഉപകാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാർട്ടിൻ്റെ കേസ് പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് ഈ ലോക്കൽ സ്റ്റോറേജ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലോഗിൻ്റെ കേസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോക്കൽ സ്റ്റോറേജ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഈ ലോക്കൽ സ്റ്റോറേജ് ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ സെഷൻ സ്റ്റോറേജ് പറഞ്ഞിട്ടുണ്ട്. അതായത് സെഷൻ സ്റ്റോറേജ് എന്ന് വെച്ചാൽ ലോക്കൽ സ്റ്റോറേജിൻ്റെ അതുപോലെ തന്നെ സെയിം ആണ്, യാതൊരു കാര്യം വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ വ്യത്യാസം വരുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ലോക്കൽ സ്റ്റോറേജിന് എന്തില്ല, ഒരു കാര്യം ലോക്കൽ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. ഓക്കെ, എക്സ്പയറി ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. ആ കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് ഫിക്സ് ചെയ്തില്ലാത്ത ഒരു കാര്യങ്ങൾ പറയും, എക്സ്പയറി ഡേറ്റ് നമുക്കില്ല. പക്ഷെ സെഷൻ സ്റ്റോറേജ് എന്ന് വെച്ചാൽ, സെഷൻ സ്റ്റോറേജിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇതിന് എക്സ്പയറി ഡേറ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ഒരു കാര്യം പറയില്ലേ, ഈ കാർട്ടിലേക്ക് ആഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് എടുത്തു, കാർട്ടിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ആ ഒരു ടാബിനെ ക്ലോസ് ചെയ്തു. ടാബ് എന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ കാണുന്ന ഓരോ ടാബില്ലേ, ഇപ്പോൾ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത്, ഇപ്പോൾ ക്രോമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടാബ് കാണുന്നില്ലേ, ആ ടാബിൽ ഒരു ടാബ് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജ് എന്ത് ചെയ്യും, പോവും. ഓക്കെ, അല്ലെങ്കിൽ ബ്രൗസർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഡാറ്റ മൊത്തം പോവും. ഡാറ്റ നമുക്ക് അത് സ്റ്റോർ ആവില്ല, അത് ഡിലീറ്റ് ആയി പോകും. സെഷൻ സ്റ്റോറേജിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. പക്ഷെ ലോക്കൽ സ്റ്റോറേജ് അങ്ങനെയല്ല. ടാബ് ക്ലോസ് ചെയ്താലും വിൻഡോ ക്ലോസ് ചെയ്താലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രൗസർ ക്ലോസ് ചെയ്താലും വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ഡാറ്റ അതങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, നമ്മളായിട്ട് പോയിട്ട് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. പറ്റും, അതൊക്കെ കാണിച്ചു തരാം. ബ്രൗസറിൻ്റെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറേജിൻ്റെ ഒരു ഭാഗം ഉണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. പിന്നീടാണ് നമുക്കുള്ളത് കുക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൂടി ഉണ്ട്. അതായത് കുക്കീസ് എന്താ സ്റ്റോറേജ് ചെയ്യുന്നത് വെച്ചാൽ, കുക്കീസും ഇതുപോലെ തന്നെ നമുക്ക് ബ്രൗസറിൽ ഡാറ്റ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യും. പക്ഷെ കുക്കീസിനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കുക്കീസിന് കുറച്ച് ചെറിയ ഡാറ്റ എന്തെങ്കിലും മാത്രം എന്ത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് പിന്നെ കുക്കീസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, കുക്കീസ് ഓരോ സിംഗിൾ റിക്വസ്റ്റിലും, അതായത് സെർവറിൽ നിന്ന് ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് ഓരോ റിക്വസ്റ്റ് പോകുമല്ലോ. റിക്വസ്റ്റ് മീൻസ് ഇവിടുന്ന് API കോളിങ്. ഓക്കെ, ആ API കോളിങ്ങിന് ഒന്നിച്ച് ഇങ്ങനെ എന്ത് ചെയ്യും, ഇതും പോകും. മീൻസ് അതായത് സെഷൻ എന്നുള്ള കുക്കീസ് എന്നുള്ളത് സെർവറിലും വർക്ക് ചെയ്യും, ക്ലയൻറ്റ് സൈഡും വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത് ഈ പറഞ്ഞ കുക്കീസിലുള്ളത്. പക്ഷെ ചെറിയ മീൻസ് സ്റ്റോറേജ് ആണ്. ആ സ്റ്റോറേജ് വെച്ചാൽ 4 KB ഒക്കെ ആയിരിക്കും. 4 KB എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം നമ്മളിലൊക്കെ ഡാറ്റ ഉപയോഗിക്കുന്നവരാണ്, എല്ലാവർക്കും MB എന്താ, GB എന്താ, KB എന്താന്നൊക്കെ അറിയാം. അപ്പോൾ KB എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ചെറിയ ഡാറ്റ ആണ്. 4 KB വെച്ചാൽ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ തന്നെ GB കണക്കിലാണ് ഡെയിലി ഡാറ്റ ഉപയോഗിക്കുന്നത്. അതിലുള്ള KB, കുറേ KBs കൂടുമ്പോഴാണ് MBs കൂടുമ്പോഴാണ് GB പോകുന്നത്. അപ്പോൾ ആ 4 KB ആണ് ഈ പറഞ്ഞ കുക്കീസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ലോക്കൽ സ്റ്റോറേജിലാണെങ്കിൽ 5 to 10 MBs എന്ത് ചെയ്യും, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സെഷനിലാണെങ്കിൽ അത്ര തന്നെ 5 to 10 MBs നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഡാറ്റാബേസിൻ്റെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്രൗസർ സ്റ്റോറേജിൻ്റെയും വ്യത്യാസം എന്നുള്ളത്, ബ്രൗസർ മീൻസ് ഡാറ്റാബേസിൻ്റെ സ്റ്റോറേജ് നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം.
ഓക്കെ. നമ്മൾ നമ്മൾ ക്യാഷ് കൊടുക്കുന്നതനുസരിച്ച് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ക്ലൗഡ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് സ്റ്റോറേജ് കൂട്ടി 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 പോകും. 5 10 അല്ലെങ്കിൽ 15 GB അല്ലെങ്കിൽ 150 GB കണക്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ബ്രൗസറിലാണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ആക്സസ് ആണ്, അതായത് 5 to 10 MB മാത്രമാണ്. ഈ 5 to 10 MB എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ഡാറ്റ ആണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ചെറിയ ഡാറ്റ ആണ്, അതൊരു KBs കണക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റാസ് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കാർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ URL, പിന്നെ അതുപോലുള്ള ഡീറ്റെയിൽസ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ മാത്രം എന്ത് ചെയ്യും ഈ കാർട്ടിൽ ആഡ് ചെയ്യുള്ളൂ. അതല്ലാതെ കുറേ ഹ്യൂജ് ഡാറ്റ ആ പറഞ്ഞ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നത് ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, ഒരു ഒറ്റ MB എന്ത് ചെയ്ത് തീരും. ഓക്കെ, ആ രീതിയിലായിരിക്കും. അതിനേക്കാളും കൂടുതൽ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അലേർട്ട് കാണിക്കും, എറർ ത്രോ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ലോക്കൽ സ്റ്റോറേജ് ഫുൾ ആണെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ത്രോ ചെയ്യും. ഓക്കെ, ഇങ്ങനെ 3 സ്റ്റോറേജ് ആണ്. പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ, ഒന്നാമത്തത് നമ്മുടെ സൈറ്റിന് ഇമ്പ്രൂവ്മെന്റ് ആണ്. അതായത് നമുക്ക് ഈ സൈറ്റ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതായത് എല്ലാ റിക്വസ്റ്റും നമുക്ക് സെർവറിന് പോയി ഫെച്ച് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവും, ചില ഗവൺമെന്റ് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ബസ് ബുക്ക് ചെയ്യാനോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനോ ഒരു ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 10 മിനിറ്റ്സിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരും. അതായത് ലോഡിങ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അക്ഷയ സെൻറ്റർ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ എന്നും കേൾക്കുന്ന ഒരു സംഭവമാണ് എന്ത്, സർവർ ഡൗൺ. ഇവിടെയൊക്കെ വരുന്ന ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഈ പറഞ്ഞ സർവർ ഹോസ്റ്റ് ചെയ്ത കാര്യങ്ങൾക്കുള്ള ഇഷ്യൂ ആണ്. അത് നമ്മൾ പിന്നീട് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് പറയാം. ഇപ്പോഴുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോഴുള്ള കാര്യം വെച്ചാൽ, ഒന്നാമത്തെ നമുക്ക് ഈ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. അത് പിന്നീടുള്ള ഒരു കാര്യം വെച്ചാൽ ഓഫ്ലൈൻ ആക്സസിബിലിറ്റി ആണ്. അതായത് ഓൺലൈനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പം നെറ്റ് ഡാറ്റ ഉണ്ട്, നമ്മൾ ഡാറ്റ ഉണ്ടാവുമ്പോൾ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ പെട്ടെന്ന് പോയി, നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ റിയാക്റ്റിലൊക്കെ ബിൽഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അങ്ങനെയാണ്. ഇപ്പോൾ കൂടുതലും ആപ്ലിക്കേഷൻസ് അങ്ങനെയാണ്. അത് ഈ അങ്ങനെ ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് വെച്ചാൽ ഒരു അപ്ഡേറ്റ് ആവാത്ത ഒരു ആപ്ലിക്കേഷൻസ് ആണെന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ബാക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബാക്കിൽ നമ്മൾ പ്രീവിയസ് ചെയ്ത് വെച്ച ഇപ്പോൾ ഫോം ഫില്ല് ചെയ്ത് വെച്ച ഫോം, അല്ലെങ്കിൽ അത് ത്രൂ നമ്മൾ പോയ എല്ലാ പേജസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, റിഫ്രഷ് ചെയ്യുമ്പോൾ പോവും. അതല്ലാത്ത റെൻഡർ ചെയ്യാത്ത ഒരു പേജസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉപകാരങ്ങൾ. ഇനി ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് എവിടെയാണ് എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പിന്നീടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. തൽക്കാലം ഇപ്പോൾ ഞാൻ ഒരു ബ്രൗസർ മാത്രം ഓപ്പൺ ചെയ്ത് വേറെ ഒന്നും ഓപ്പൺ ചെയ്യാതെ കാണിക്കുകയാണ്. ഓക്കെ, ദെൻ ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്യുക. ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ സ്റ്റോറേജ് എന്നുള്ള ഒരു കാണാൻ പറ്റും. ഇത് അതിൽ തന്നെ ഉണ്ടാവും ലോക്കൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ സെഷൻ സ്റ്റോറേജ്, പിന്നെ കുക്കീസ്, ഞാൻ പറഞ്ഞില്ല ഇൻഡെക്സ് DB, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതൊന്നും മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, ഈ കുക്കീസ് ഉണ്ടാവും, കുക്കീസിൽ ഓരോ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടോ സ്റ്റോർ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഉള്ള ഈ ക്രോമ് തന്നെ ഡിഫോൾട്ടായിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള സ്റ്റോറേജ് ആണ് ഇത്. പിന്നെ സൈസും കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി ലോക്കൽ സ്റ്റോറേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഓരോന്നും കാണാൻ പറ്റും. ഇവിടെയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ ഉപയോഗിക്കുക, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീടുള്ള വീഡിയോസിൽ പറയുന്നതാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് അറിയിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നിർത്തി വെക്കുന്നുണ്ട്. മീൻസ് എന്തിനാന്ന് വെച്ചാൽ, ഇനി നമ്മൾ റിയാക്റ്റിലേക്ക് കടക്കാൻ പോകും. കാരണം ഇത് കുറേ നീണ്ടു പോകുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എത്ര പഠിച്ചാലും തീരൂല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അതൊരു കടലാണ്. മീൻസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ കോർ കൺസെപ്റ്റിലേക്ക്, ഇനിയും ഒരു കോർ കൺസെപ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് വെച്ച് പോവുകയാണെങ്കിൽ കുറേ നീളു പോകും. അതിന് പകരം നമ്മൾ റിയാക്റ്റ് തുടങ്ങി അതിൻ്റെ ഒപ്പരം തന്നെ ഈ പറഞ്ഞ പ്ലേലിസ്റ്റും നമ്മൾ എന്ത് ചെയ്യും, സമയം കിട്ടുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ റിയാക്ട് പഠിക്കാനുള്ള എല്ലാ പ്ലേലിസ്റ്റും, മീൻസ് എല്ലാ വീഡിയോസും നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വീഡിയോയിലുണ്ട്. അതൊന്ന് പോയി കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി നമ്മൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.